വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഫ്ലുവൻസറും നടനുമായ അഖിൽ NRDയുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു തിരിച്ചടിയുടെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. യൂട്യൂബിൽ മില്യൺ സബ്സ്ക്രൈബർ ഉള്ള താരമാണ് അഖിൽ. അഖിലിന്റെ ഭാര്യയും ഭർത്താവിനൊപ്പം വ്ളോഗുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വൈറലായത് അഖിലിന്റെ ഭാര്യ ബസ് കണ്ടക്ടർക്കൊപ്പം ഒളിച്ചോടിയ CCTV വിഷ്വലുകളായിരുന്നു. ഇത് കണ്ടന്റ് ആയിരിക്കുമെന്നാണ് പലരും കരുതിയതെങ്കിലും പിന്നീടാണ് സംഗതി സത്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. വളരെ വർഷങ്ങൾ പ്രണയിച്ചാണ് 2 വർഷം മുമ്പ് മേഘയും അഖിലും വിവാഹം ചെയ്തത്. ഈ കുട്ടിയുടെ വീടും അഖിലിന്റെ വീടിന് അടുത്തായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് പ്രണയത്തിലാകുന്നത്. അങ്ങനെ വീട്ടുകാർ വഴി സംസാരിച്ച് വിവാഹം കഴിച്ചു. ഒരു സോഷ്യൽ മീഡിയയിലും ഭാര്യയെക്കുറിച്ച് അഖിൽ മോശം പറഞ്ഞിട്ടില്ല. സന്തോഷ ജീവിതം നയിച്ചു വരുന്നതിനിടെയാണ് മേഘ കണ്ടക്ടർക്കൊപ്പം ഒളിച്ചോടിയത്. ഭാര്യയുടെ പ്രവൃത്തിയിൽ വല്ലാതെ തളർന്നിരിക്കുകയാണ് അഖിൽ. ഇപ്പോഴിതാ അഖിലിന്റെ പ്രതികരണം എത്തുകയാണ്. ആരെയും അഖിൽ കുറ്റപ്പെടുത്തുന്നില്ല. പോയത് പോയി, കഴിഞ്ഞതു കഴിഞ്ഞു എന്നാണ് അഖിൽ പറയുന്നത്. സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷേ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു. അവൾക്ക് അതാകും ശരിയായി തോന്നിയത്. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോകുക, ഓക്കെ ആയിരിക്കുക എന്നല്ലാതെ ഈ വിഷയത്തിൽ വേറൊന്നും പറയാനില്ലെന്നും അഖിൽ പറയുന്നു. ഒരാളുടെ ജീവിതം തകരുമ്പോഴും ഒരുത്തന്റെ ഭാര്യ ഒളിച്ചോടുമ്പോഴുമുള്ള സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്. ഈ നാട്ടുകാർ ചിന്തിക്കണ്ടേ, ഇവർക്കും ജീവിതത്തിൽ നാളെ ഇതുപോലെ സംഭവിച്ചാലെന്ന്. സോഷ്യൽ മീഡിയയിൽ പരിചിതമായ മുഖങ്ങളായതുകൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടവും പ്രശ്നങ്ങളും വലിയ വൈറലായി. CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്തു പുറത്തുവിടുന്നു. അവൾ അവളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അഖിൽ NRDക്ക് എന്തോ പ്രശ്നമുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച. പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് അഖിലിന് വേറെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടെന്നൊക്കെയാണ്. അതേസമയം വളരെ മാന്യമായി ഈ ബന്ധം അവസാനിപ്പിക്കാമായിരുന്നുവെന്നും ഭർത്താവിനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ ഡിവോഴ്സ് വാങ്ങി പോകാമായിരുന്നു എന്നുമാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഒന്നുമല്ലേലും ഇത്രനാളും നിന്നെ നോക്കിയ ആളല്ലേ, ഒരു ബഹുമാനം കൊടുത്തിട്ട് ഇറങ്ങിപ്പോകണമായിരുന്നു. അങ്ങനെ ഓടിപ്പോകാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത് എന്നും ആളുകൾ ചോദിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.